അങ്ങനെ നമ്മളിതാ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. തായ്ലൻഡ് എയർപോർട്ടിലെ ഗേറ്റ് നമ്പർ 3 നമ്മൾ എത്തിയത്. അപ്പം തന്നെ അനഘേൻ്റെ പേര് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അവിടത്തേക്ക് പോയി അവർ നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്തു, ഫോട്ടോ എടുത്തു. എന്നിട്ട് നേരെ അവരുടെ ഒരു പ്രൂഫായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് 1-2 ആൾക്കാരും കൂടി വരാനുണ്ടെന്ന് തോന്നുന്നു. എന്നിട്ടൊരു പ്രൈവറ്റ് വെഹിക്കിളിൽ ഇന്ന് സിറ്റി ടൂറാണ്. സിറ്റി ടൂർ എവിടത്തേക്കാണ്? സിറ്റി ടൂർ ഇന്ന് ചെലോങ് ടെമ്പിൾ ആണ് മെയിൻ ആയിട്ടുള്ളത് തോന്നുന്നത്. വാട്ട്സ് യുവർ നെയിം? ന്യൂൺ. ഇവിടെ കുറെ ടെമ്പിൾ ഉണ്ട്. ശരിക്കും ആ ഒരു സ്ട്രക്ചറിൽ തന്നെ കുറെ ടെമ്പിൾ വരുന്നത് അല്ലേ? അല്ല, ഫ്ലൈറ്റില് ആദ്യത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? നല്ല രസമുണ്ടായിരുന്നു. അല്ല, ഇടയ്ക്ക് പുറത്തേക്ക് ഇങ്ങനെ ഫുൾ ടൈം നോക്കുന്നുണ്ടായിരുന്നല്ലോ. ആ ക്ലൗഡ്സ് ഇങ്ങനെ മേലെ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ടായി. മറ്റേ പഞ്ഞി മുട്ടായാലും പോലെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് തന്നെ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ മറ്റേ നമ്മളാ ജയന്റ് സ്വിങ്ങിന്റെ മറ്റേ സാധനം തോണിക്കുന്നതാണ്. തോണിയിൽ കയറുന്നത് പൊങ്ങുമ്പോൾ ഉള്ളൊരു ആ ഒരു ഫീലായിരുന്നു ഉണ്ടായത്. ബാക്കിയൊന്നും കുഴപ്പമുണ്ടായിട്ടില്ല. ബാക്കിയൊക്കെ നല്ലതായിരുന്നു. മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇറങ്ങുമ്പോൾ മഴയില്ലാണ്ട് നിന്നാ മതിയായിരുന്നു. വണ്ടി പോകുമ്പോൾ ഫുള്ള് മഴയും വേണം. വീഡിയോ എടുക്കുന്നതിന് മഴ വേണ്ട. ഇതാണ് കാഷ്യൂനട്ട് ഫാക്ടറിയാ. സോ അങ്ങനെ ചെലോങ് ടെമ്പിളിലേക്ക് പോകുന്ന വഴിയുള്ള ഒരു കാഷ്യൂനട്ട് ഫാക്ടറിയിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. ഫാക്ടറി എന്ന് ജസ്റ്റ് പേര് മാത്രമല്ല, അവർ നമ്മൾ മേക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണിച്ചു തരുന്നില്ല. അതൊക്കെ ജസ്റ്റ് ഒരു വീഡിയോ, അതേപോലെ അവിടുത്തെ ബോർഡിലൊക്കെ എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അതല്ലാണ്ട് അവർ തന്നെ കാഷ്യൂവിനെ കൊണ്ടാക്കി ഇഷ്ടംപോലെ പ്രൊഡക്ട്സ്, ഓരോ കാഷ്യൂവിനെ കൊണ്ടും ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിലാക്കിയ ഇഷ്ടംപോലെ പ്രൊഡക്ട്സ് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാത്തിൻ്റെ ഡെമോ പീസ് നമുക്ക് കഴിക്കാനും തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡെമോ ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഏതൊക്കെയൊക്കെയോ വാങ്ങിക്കാൻ തോന്നി. ഏതൊക്കെ 2-3 ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എരിവുള്ളതുണ്ടായിരുന്നു, മധുരമുള്ളതുണ്ടായിരുന്നു, അങ്ങനെ എല്ലാം കൂടി മിക്സഡ് ആയിട്ടുള്ള എല്ലാ ടേസ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഇനി മെയിൻ ഡെസ്റ്റിനേഷനായ ചെലോങ് ടെമ്പിളിലേക്കാണ് നെക്സ്റ്റ്. അങ്ങനെ നെക്സ്റ്റ് സ്പോട്ടായ ചെലോങ് ടെമ്പിളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാ എൻ്റെ മോനെ കിടിലം വ്യൂ അല്ലേ? ഒരു കുട വാങ്ങണം, ചെറിയ മഴയുള്ളത് കൊണ്ട് എന്നെല്ലാം വിചാരിച്ചതാ. പക്ഷേങ്കിൽ നമുക്ക് ഡ്രൈവർ ഫ്രീ ആയിട്ടൊരു കുട തന്നു. അതുകൊണ്ട് ഇത് ലാഭമായി. ഇവിടെ ആരും ഹെൽമെറ്റ് ഇടില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന് നോക്കുമ്പോൾ ഇപ്പൊ 2 ആൾ ഹെൽമെറ്റ് ഇട്ടിട്ട് പോകുന്നുണ്ടല്ലോ. ഇതെവിടെ നോക്കറാ, കിടിലം വൈബാ. മഴ ചെറുതായിട്ട് പാടുന്നുണ്ട്. ഇവിടെ നമ്മൾ നടക്കുന്ന വഴിയിൽ കുറെ സ്റ്റാച്യു വർക്കൊക്കെ വെച്ചിട്ടുണ്ട്. ചെലോങ് ടെമ്പിൾ എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും എക്സ്പെക്ട് ചെയ്തത് ഒരു ടെമ്പിൾ എന്നുള്ളതായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഒരു കൂട്ടം ടെമ്പിളുകളിലെ ഒരു ഏരിയ ആണ് ഈ ചെലോങ് ടെമ്പിൾ എന്ന് പറയുന്നത്. എന്തായാലും ആർക്കിടെക്ചറൽ ബ്യൂട്ടി അത് അടിപൊളി തന്നെയായിരുന്നു. ചെലോങ് ടെമ്പിൾ എന്ന് തന്നെ പറഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ 2-3 ടെമ്പിൾ വരുന്ന രീതിയിലാണ് ഇവിടുത്തെ സെറ്റപ്പ് വരുന്നത്. ഇവിടെ ജസ്റ്റ് ഊതൊക്കെ കത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ നമുക്ക് കയറ്റിട്ട് പ്രാർത്ഥിക്കാം. ഇവിടുത്തെ ആർക്കിടെക്ചർ അടിപൊളിയാണ് കേട്ടോ. ആ ഓരോരോ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങുന്നൊക്കെ ടേക്ക് ഓഫ് ക്യാപ്പ് ആൻഡ് ഷൂസ് ഉണ്ട്. ബിക്കിനി ഒന്നും ഇട്ടിട്ട് കയറരുതെന്ന് ആദ്യമേ എഴുതിയിട്ടുണ്ട്. ഓ അങ്ങനെയുണ്ടല്ലേ. ടാങ്ക് ടോപ്പ് ഇടാം. നമ്മളെ ഇന്ന് ഫുൾ ഡ്രസ്സാണ്. ക്യാൻഡിൽ കത്തിച്ച് വെക്കുന്നതാണ് കേട്ടോ. ഇത് ഇവരുടെ എന്തൊക്കെയോ കൾച്ചറാണ്. ഇവിടെ പ്രാർത്ഥിക്കേണ്ട രീതിയാണ്. നമുക്കറിയാതുകൊണ്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഒറിജിനലൊന്നല്ല, ഇത് ആർട്ടിഫിഷ്യലാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ ആൾക്കാർ പ്രാർത്ഥിച്ചിട്ട് പൈസ ഒക്കെ ഇടുന്നുണ്ട്. നല്ല രസമുണ്ട് ഇങ്ങനെ മെല്ലെ നടക്കാൻ വേണ്ടിയിട്ട്. ഇത് ഫുൾ ബുദ്ധയാണ്. ബുദ്ധേൻ്റെ ഓരോരോ പോസ്. ബുദ്ധ ഇരിക്കുന്നു, കിടക്കുന്നു, നടക്കുന്നില്ല. പാമ്പിൻ്റെ മേലെ ഇരിക്കുന്നു. എന്ത് നീ വീഡിയോ എടുക്കുമ്പോൾ അവിടെ ഞാൻ പോയിട്ട് നിൽക്കാം. വന്നിപ്പോൾ ടോപ്പിലേക്ക് എത്തുന്നത്. ശരിക്കും ആർക്കിടെക്ചർ എൻ്റർലി ഡിഫറെൻ്റ് ആണ്. നമുക്ക് കാണുമ്പോൾ ഇതൊരു ഡ്രാഗണൊക്കെ പോലെയാണ് തോന്നുന്നത് ഈ ഒരു ആർക്കിടെക്ചറെല്ലാം കാണുമ്പോൾ. ഇപ്പം നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി. നേരത്തെ കണ്ടതിനേക്കാളും കിടിലം വ്യൂ ആയത്. ഫസ്റ്റ് പോയ ടെമ്പിൾ, അത് ചുറ്റും ടെമ്പിളുകൾ.
അവിടുത്തെ ഓരോ ടെമ്പിളായിട്ട് നമ്മളിപ്പം കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി പറഞ്ഞാൽ അവിടുത്തെ ഓരോ ടെമ്പിളും ഓരോ വൈബായിരുന്നു. സോ ഓരോ കൾച്ചറിനെ ഡിഫൈൻ ചെയ്യുന്ന പോലെയായിരുന്നു ഫീൽ ചെയ്തത്. അപ്പോൾ ഈ കാണുന്ന ടെമ്പിളിൽ തന്നെ ഇവിടെ മൊത്തം സ്റ്റാച്യൂസാണ് ഉണ്ടായത്. സ്റ്റാച്യു നമുക്ക് കാര്യമായിട്ട് ആരാന്ന് എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ആ ഒരു സ്റ്റാച്യു ഒക്കെ ഭയങ്കര ഒറിജിനാലിറ്റി, നല്ല ഫീൽ ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഇൻ തായ്ലൻഡ് ആയിട്ടാണ് ഈ ചലോൺ ടെമ്പിൾ പേഴ്സണലി എനിക്ക് തോന്നിയത്. ഇവിടെ പ്രത്യേകിച്ച് വേറെ എൻട്രി ഫ്രീയും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നടക്കുമ്പോഴായിരുന്നു നമ്മൾ ഈ ഒരു വെടിവഴിപാട് ചെയ്യുന്ന ഒരു സ്ഥലം കണ്ടത്. നമ്മൾ നോക്കി എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്ന്. ടെമ്പിളിൻ്റെ ഏരിയയിൽ തന്നെ കുറച്ച് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് ഇളനീർ ജ്യൂസ് വാങ്ങിച്ചു. ഒന്ന് മതിയോ? ആദ്യം ഒന്ന് നോക്കല്ലേ. 50 എന്നാ പറഞ്ഞത്. ഈ 1 ഇളനീരൊക്കെ കുടിച്ച് അവിടുത്തെ ഷോപ്പിംഗ് മാർക്കറ്റിൽ നമ്മൾ ചെറിയ ഹാറ്റൊക്കെ വാങ്ങിച്ചിട്ട് ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. അടുത്ത ഡെസ്റ്റിനേഷൻ കരോങ് വ്യൂ പോയിൻറ്റ്.